Hello everyone, myself Pressy. Welcome to my channel Commerce Class. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ബ്രാഞ്ച് അക്കൗണ്ട്സിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചും അതിനുള്ള ഡെറ്റേഴ്സ് സിസ്റ്റമും ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ വരുന്ന ഒരു മെത്തേഡാണ് ഡെറ്റേഴ്സ് സിസ്റ്റം. ഇതാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ബ്രാഞ്ച് എന്ന് നോക്കാം. ബ്രാഞ്ച് മീൻസ് സബ് ഡിവിഷൻ ഓഫ് ലാർജ് ഓർഗനൈസേഷൻ ഓർ ലാർജ് ബിസിനസ്. അപ്പം ഒരു വലിയൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് കൺസേൺ ആണെങ്കിൽ അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും പല ഭാഗത്തായിട്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ സബ് ഡിവിഷൻ എന്ന് പറയാം. ഓർ ഇറ്റ് മേ ബി എ ചെയിൻ ഓഫ് ഷോപ്സ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഹെഡ് ഓഫീസ്. അപ്പം ഒരുപാട് ലൊക്കാലിറ്റിയിൽ ചെറിയ ചെറിയ ഷോപ്പുകളെയും ചെറിയ ഷോപ്പ് പോലെ ചെറിയ യൂണിറ്റുകൾ, ചെറിയ അതിൻ്റെ സബ് ഡിവിഷൻ, ലാർജ് ഓർഗനൈസേഷൻ്റെ സബ് ഡിവിഷനാണ്. അതിൽ ഈ ഹെഡ് ഓഫീസ് ആയിരിക്കും, മെയിൻ ഓഫീസ് ആയിരിക്കും ഈ ബ്രാഞ്ചുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ ഹെഡ് ഓഫീസ് ആയിരിക്കും. സോ ബ്രാഞ്ച് ഇസ് ദി സബ് ഡിവിഷൻ ഓഫ് ലാർജ് ബിസിനസ് ആൻഡ് ഇറ്റ് ഇസ് ദി ചെയിൻ ഓഫ് ഷോപ്സ് ഫങ്ഷനിങ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഹെഡ് ഓഫീസ്. ഇതെപ്പോഴും ബ്രാഞ്ച് എപ്പോഴും ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിലായിരിക്കും. അതേപോലെ തന്നെ ബ്രാഞ്ചിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും സെപ്പറേറ്റ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ബ്രാഞ്ചിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ദെൻ അസർടെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെഡ് ഓഫീസിന് ആ ബ്രാഞ്ചിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്. മൂന്നെണ്ണമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച്. ഫസ്റ്റ് വൺ ഇസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, സെക്കൻഡ് വൺ ഇസ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആൻഡ് തേർഡ് വൺ ഇസ് ഫോറിൻ ബ്രാഞ്ച്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ പറ്റിയിട്ടാണ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിലുള്ള ഡെറ്റേഴ്സ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന്. Dependent branch means or dependent branch എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this branch never maintains complete record of its transaction. അതൊരിക്കലും മൊത്തം എല്ലാ റെക്കോർഡ്സ് എല്ലാ ട്രാൻസാക്ഷനും ആ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യില്ല. അതേപോലെ അത് ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യും, എന്നിട്ട് ആ ഗുഡ്സാണ് ബ്രാഞ്ച് വിൽക്കുന്നത്. അതായത് അത് പുറമേ നിന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് പുറമേ നിന്ന് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടല്ല വിൽക്കുന്നത്. ഹെഡ് ഓഫീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും, അവർക്ക് വിൽക്കാനുള്ള ഗുഡ്സ് ഹെഡ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യും. ആ ഗുഡ്സ് മാത്രമാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വിൽക്കുന്നത്. അതേപോലെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിലായിരിക്കും. ഹെഡ് ഓഫീസിനാണ് കംപ്ലീറ്റ് പവർ ഉള്ളത്. ഇറ്റ് വർക്ക് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നമ്മളൊരു ബ്രാഞ്ച് അക്കൗണ്ടാണ്, അതായത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണ് പൊതുവേ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓൾ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ് are recorded in the book of head office. അതേപോലെ ഇവിടെ ബ്രാഞ്ച് കാര്യമായിട്ട് 2 അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ റെക്കോർഡ്സ് ഓഫ് ഡെറ്റേഴ്സും. ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 കാര്യമാണ് ക്യാഷ് ബുക്കും ദെൻ റെക്കോർഡ്സ് ഓഫ് ഡെറ്റേഴ്സും. അതേപോലെ ബ്രാഞ്ചിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി, അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചിന് ക്യാഷ് കൊടുക്കുന്നത് ഹെഡ് ഓഫീസാണ്. ഓക്കെ, എല്ലാ എക്സ്പെൻസും പേ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. അപ്പം പെറ്റി എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് ബ്രാഞ്ചിന് കിട്ടുന്നുണ്ട്. അതേപോലെ ആ ബ്രാഞ്ച് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് കളക്ട് ചെയ്യുന്ന ക്യാഷ് എല്ലാം പെട്ടെന്ന് തന്നെ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ മൊത്തം കളക്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ക്യാഷ് മൊത്തം ഇവിടെ റിസീവ് ചെയ്യുന്ന ക്യാഷ്, എന്തെങ്കിലും സാധനം വിറ്റിട്ട് റിസീവ് ചെയ്യുന്ന ക്യാഷ് മൊത്തം ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ പറ്റി പറയാനുള്ളത്. സോ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിലായിരിക്കും ഇതുണ്ടാവുക. ഇത് പൊതുവേ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 അക്കൗണ്ടാണ്, ക്യാഷ് ബുക്കും അതേപോലെ ബുക്ക് ഓഫ് ഡെറ്റേഴ്സുമാണ് പൊതുവേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിന് സ്വന്തമായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഹെഡ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ആ ക്യാഷ് വെച്ചിട്ടാണ് ഹെഡ് ഓഫീസിൻ്റെ നിന്ന് ഗുഡ്സ് വാങ്ങിയിട്ട് ആ ഗുഡ്സാണ് ഇത് വിൽക്കുന്നത്. അതേപോലെ റിസീവ് ചെയ്യുന്ന ക്യാഷ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ പറ്റി പറയാനുള്ളത്. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിൻ്റെ ഫുൾ കൺട്രോളിലായിരിക്കും ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഉണ്ടാവുക.
നമുക്ക് നോക്കാം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കാം. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ 4 മെത്തേഡാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഡെറ്റേഴ്സ് സിസ്റ്റം, ദെൻ സെക്കൻഡ് വൺ ഇസ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, third one is final account system, and fourth one is wholesale branch system. സോ ഇന്ന് ഈ വീഡിയോയിൽ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡെറ്റേഴ്സ് ഡിപെൻഡൻറ്റ് ബ്രാഞ്ചിലെ ഡെറ്റേഴ്സ് സിസ്റ്റമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡെറ്റേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ here under the system a head office prepares branch account for each branch. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പൊതുവെ ഈ സിസ്റ്റം ഡെറ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമാണ് ഉണ്ടാവുക. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആണ്. ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദി കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ആൻഡ് ദിസ് ബ്രാഞ്ച് അക്കൗണ്ട് ഷോസ് ബാലൻസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ബാലൻസ് ആണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ആ ബാലൻസും കൂടി ഉണ്ടായിരിക്കണം. പൊതുവെ ഈ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അസറ്റിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് made by each branch. അതാണ് മെയിൻ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ബ്രാഞ്ച് അക്കൗണ്ട്. ഞാൻ പറഞ്ഞു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ കേസിൽ അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ബാലൻസ് നമ്മൾ കാണിക്കുന്നു. ശരിക്കും അത് ഹെഡ് ഓഫീസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ബ്രാഞ്ച്. അതുകൊണ്ടാണ് ഇത് അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ബാലൻസ് നമ്മളിവിടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ദെൻ അതേപോലെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ട്രേഡിങ്ങിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇത് നോമിനൽ നേച്ചറാണ്. ബ്രാഞ്ച് അക്കൗണ്ട് എപ്പോഴും ഒരു നോമിനൽ നേച്ചറാണ്. നോമിനൽ അക്കൗണ്ടാണ്, നോമിനൽ നേച്ചറാണ് അത്. നമുക്ക് നോക്കാം ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെയാണ് ജേർണൽ എൻട്രീസ് എഴുതുന്നത്. അപ്പോൾ 2 രീതിയിലാണ് നമ്മളിതിനകത്ത്, 2 മെത്തേഡാണ് ഇതിലുള്ളത്. കോസ്റ്റ് പ്രൈസ് മെത്തേഡും ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും. അതായത് നമുക്ക് ഗുഡ്സ് എല്ലാം കിട്ടുന്നത് ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നമ്മൾ ഗുഡ്സ് എല്ലാം റിസീവ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് പ്രൈസ് പ്ലസ് പർച്ചേസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ഗുഡ്സ്. അത് രണ്ടും കൂടി ചേരുന്നതാണ് കോസ്റ്റ് പ്രൈസ്. അതിൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, ആ പ്രൈസിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ആകെ പർച്ചേസ് പ്രൈസും പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസും കൂടി ആഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് പ്രൈസ്. അപ്പം ഗുഡ്സ് നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ കിട്ടുന്നത്, റിസീവ് ചെയ്യുന്നത് കോസ്റ്റ് ബേസിസിലാണ്. കോസ്റ്റ് പ്രൈസ് ബേസിസിലാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ അതിന് നമ്മൾ ഇപ്പം സാധാരണ ഉപയോഗിക്കുന്ന 10 ജേർണൽ എൻട്രിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് 4 ജേർണൽ എൻട്രിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ്. ഡെറ്റർ സിസ്റ്റത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധാരണ ഉള്ള ജേർണൽ എൻട്രീസ് ആണ്. അപ്പോൾ ആദ്യത്തേത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാനുള്ള ജേർണൽ എൻട്രിയാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കണം. അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ബാലൻസുകൾ നമുക്ക് കാണിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്തുള്ള ജേർണൽ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്, അത് ബ്രാഞ്ച് അക്കൗണ്ട്. അതേപോലെ ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നത് ബ്രാഞ്ച് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് നമ്മൾ റിസീവ് ചെയ്യാണ്. ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതേപോലെ റിട്ടേൺ ഉണ്ടെങ്കിൽ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് റിസീവ് ചെയ്ത സാധനം ഹെഡ് ഓഫീസിലേക്ക് പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് റിവേഴ്സ് എൻട്രിയാണ് ജേർണൽ എൻട്രി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. Then അടുത്ത journal entry, 5th journal entry, when head office meet branch expenses or send cash to branch to meet branch expenses. ആ സമയത്തുള്ള journal entry ആണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഞാൻ പറഞ്ഞു ബ്രാഞ്ച് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. ആ സമയത്തുള്ള journal entry ആണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. Then next journal entry, when cash is received from branch in respect of cash sales or cash received from debtors. അതായത് ക്യാഷ് സെയിൽസ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്ന സമയത്തോ വരുന്ന ജേർണൽ എൻട്രിയാണ്. ആ സമയത്ത് ക്യാഷ് റെസീപ്റ്റ് ആണ് ബ്രാഞ്ചിലേക്ക് വരികയാണ്. ആ സമയത്ത് വരുന്ന ജേർണൽ എൻട്രിയാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്.
അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ഒക്കെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കാണിക്കാം. ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് അസറ്റ് ജേർണൽ എൻട്രി നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ജസ്റ്റ് റിവേഴ്സ് എൻട്രി ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ അടുത്തത് ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റി. നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ച സമയത്തുള്ള ജേർണൽ റിവേഴ്സ് എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട്. ദെൻ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവസാനം ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ transfer of profit at the branch, journal entry as branch account debtor to general profit and loss account. അപ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. Then last journal entry, transfer of balance in goods sent to branch account. അപ്പം ആ സമയത്ത് വരുന്ന അതിൻ്റെ ബാലൻസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ആ സമയത്തുള്ള ബാലൻസ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ്. പുറത്ത് വെക്കുക പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതേപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. സോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് സാധാരണ. പോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മൾ 10 ജേർണൽ എൻട്രിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതേ ജേർണൽ എൻട്രിയുടെ കൂടെ ഇൻവോയ്സ് പ്രൈസ് വരുന്നത് കാരണം ലോഡ് പ്രൈസ് കണ്ടുപിടിക്കാനും അത് മാറ്റാനും ഒക്കെയുള്ള കുറച്ചൊരു 4 ജേർണൽ എൻട്രി കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ 10 ജേർണൽ എൻട്രിയാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡിനെ പറ്റി പറയാനുള്ളത്. നോക്കാം ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്താണെന്ന്. നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും. അത് പർച്ചേസ് പ്രൈസും പർച്ചേസ് എക്സ്പെൻസും കൂടിയിട്ടുള്ള പ്രൈസിനെയാണ് പറയുന്നത് കോസ്റ്റ് പ്രൈസ്. അതിനായിരിക്കും നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് അറ്റ് എ പ്രൈസ് വിച്ച് ഇസ് ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും കൂടിയ ഒരു പ്രൈസിനാണ് ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പം ആ പ്രൈസിനെയാണ് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ്. ഓർ അതൊരു ഇൻഫ്ലേഷൻ ആണ് അവിടെ വരുന്നത്. ഇൻഫ്ലേറ്റഡ് ഓർ ഹയർ പ്രൈസ് ആസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഇൻക്രീസ് അവിടെ വരുന്നുണ്ട്. ചെറിയൊരു എമൗണ്ടും കൂടി കൂട്ടിയിട്ടാണ് അവർ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പം ഗുഡ്സ് അവർ സെൻഡ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ഇൻവോയ്സ് റേറ്റിനാണ്, ഇൻവോയ്സ് പ്രൈസിനാണ് അവർ സെൻഡ് ചെയ്യുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസിൻ്റെയും ഇൻവോയ്സ് പ്രൈസിൻ്റെയും ആ ഡിഫറൻസിനെയാണ് പറയുന്നത് ലോഡിംഗ് ഓർ പ്രോഫിറ്റ്. അതാണ് പ്രോഫിറ്റ്. അതായത് കോസ്റ്റ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസിനും കുറച്ചും കൂടി അതായത് ഒരു ചെറിയൊരു ഭാഗം പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് അവരത് ആ ഗുഡ്സിൻ്റെ മുകളിൽ അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ മെത്തേഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ലോഡിങ് അതായത് പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് 4 എണ്ണം വരുന്നുണ്ട്. ആ 4 അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും കൂടി നേരത്തെ ഞാൻ പറഞ്ഞ 10 ജേർണൽ എൻട്രിയുടെ കൂടെ വരും. ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ എൻട്രിയും കൂടി അവിടെ നമുക്ക്, അതായത് ഡെറ്റർ സിസ്റ്റത്തിൽ 10 ജേർണൽ എൻട്രീസ് പറഞ്ഞു, അതിൻ്റെ കൂടെ ഈ 4 എൻട്രീസും കൂടി നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കാം, ഇത് പൊതുവേ 4 ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെ വരുന്നുണ്ടോ ആ സ്ഥലത്തൊക്കെ ലോഡിങ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻവോയ്സ് പ്രൈസിനാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ലോഡ് അല്ലെങ്കിൽ ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അതിലൊക്കെ എവിടെയൊക്കെ സ്റ്റോക്ക് ഉണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തത് നമുക്ക് നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസിലാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ വരും, ക്ലോസിംഗ് സ്റ്റോക്കിൽ വരും, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ വരും, ഗുഡ്സ് റിട്ടേൺ ചെയ്തത് വരും. ഇങ്ങനെ 4 എണ്ണത്തിലാണ് ലോഡ് പ്രൈസ് വരുന്നത്. അത് ലോഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വരുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താണെന്ന്. ഇവിടെ നമ്മൾ പ്രത്യേക ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ജേർണൽ എൻട്രി സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസിൽ വരുന്നതാണ്. ഈ അടുത്തത് റിമൂവിംഗ് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ നമ്മളുടെ ജേർണൽ എൻട്രി ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ മൂന്നാമത് റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. അതായത് ഗുഡ്സ് ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഗുഡ്സ് ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള അപ്പം ഉള്ള ലോഡിങ് റിമൂവ് ചെയ്യാനായിരുന്നു. ഇനി നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ ഡാമേജോ എന്തെങ്കിലും കാരണവശാൽ നമ്മളത് റിട്ടേൺ ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസ് ആയത് കാരണം നമ്മൾ റിട്ടേൺ ചെയ്യാണ്. അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി അപ്പോഴും അത് ഇൻഫ്ലേറ്റഡ് റേറ്റിനായിരിക്കും വരിക. അപ്പോഴും ഒരു ലോഡിങ് അതിൻ്റെ മുകളിലുണ്ടാവും. അത് റിമൂവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ്
ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ റിവേഴ്സ് എൻട്രി ആണ്. ജേർണൽ എൻട്രി ഒന്നും കൂടി പറയാം. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. then അവസാനത്തത് അഡ്ജസ്റ്റിംഗ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഗുഡ്സ് സെൻഡ് ഗുഡ്സ് റിട്ടേൺ, ആ 3-4 കേസിലാണ് പറഞ്ഞത്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്താണെന്ന് നോക്കാം. അവിടെയും നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം ജേർണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. അപ്പം ഈ മെത്തേഡിൽ, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ 4 അതായത് ലോഡ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസിലും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കേസിലും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലും അതേപോലെ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ചിൻ്റെ കേസിലുമാണ് നമ്മൾ ലോഡ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതുന്നത്. ബാക്കിയുള്ളതെല്ലാം കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 10 ജേർണൽ എൻട്രി, അതിൻ്റെ കൂടെ ഈ 4 ജേർണൽ എൻട്രിയും കൂടി വരും. അത്രയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്.